അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. സന്തോഷ് വർക്കി എന്നതിനേക്കാളും ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്നതാണോ താല്പര്യം? എനിക്ക് സന്തോഷ് വർക്കി രണ്ടും കുഴപ്പമില്ല. രണ്ടും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ശരിക്കും താങ്കൾ പ്രതീക്ഷിച്ച് സുപ്രസിദ്ധി അല്ലായിരുന്നു, അതായത് ഒരു നല്ല ഫെയിം. ഞാൻ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആവണമെന്ന് ആഗ്രഹിച്ചത്. സോറിട്ടാ, നേരത്തെ പറഞ്ഞ കോമഡി. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ ശ്രമിച്ച ഞാൻ അവസാനം ചാർലി ചാപ്ലിനായി മാറിയിരിക്കും. എന്തൊരു തമാശ ഇത്! ഇങ്ങനെ ചാർലി ചാപ്ലിൻ പോലും പറയില്ലട്ടോ. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതെന്താണ് അങ്ങനെ? ലാലേട്ടൻ പറഞ്ഞ മെത്തേഡ് ആക്ടിങ്ങും നാച്ചുറൽ ആക്ടിങ് രണ്ടും ഉള്ള ആളാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ പക്ഷെ മമ്മൂക്കിക്ക് മെത്തേഡ് ആക്ടിങ് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ ആക്ടിങ് ഇല്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല നീ പറഞ്ഞ എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാൾ. താങ്കളുടെ ആക്ടിങ്ങിനെ താങ്കൾ മെത്തേഡ് ആക്ടിങ് എന്നാണോ നാച്ചുറൽ ആക്ടിങ് എന്നാണോ വിളിക്കുന്നത്? ഞാൻ ഡയറക്ടർ എന്ത് പറഞ്ഞു അത് ചെയ്തു. ഞാൻ പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. എന്ത് എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോഹൻലാലിന്റെ അത്രയും പോപ്പുലാരിറ്റി പ്രിയദർശനം ഉണ്ടെന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. മോഹൻലാൽ വേറൊരു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അല്ല, ഹോളിവുഡിലെ സിനിമ അറിയപ്പെടുന്ന ജെയിംസ് കാമറോന്റെ പേരിലും ക്രിസ്റ്റഫർ നോളന്റെ പേരിലും സ്പിൽബർഗിന്റെ പേരിലും. മലയാള സിനിമയാണ്, ഇത് കോളിവുഡ് അല്ലേ? ആയിക്കോട്ടെ, ഇവിടുത്തെ കുഴപ്പമിതാണ്. അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഹോളിവുഡിലല്ല, ഡയറക്ടേഴ്സിന്റെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത്. സ്പിൽബർഗിന്റെ പേരില, കാമറോന്റെ പേരിലാണ്, ക്രിസ്റ്റഫർ നോളൻ. ഇവിടെ അങ്ങനെയല്ല. അതിനൊന്നും ഇല്ലേ? ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? കമൽ ഫിലിം, സത്യനന്ദിക്കാട്, ജീത്തു ജോസഫ്. അതല്ല സിനിമ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഞാൻ മമ്മൂട്ടി ആക്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നീ വിഷമിക്കേണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ, ചുമ്മാ അവളെടുത്തിട്ടിരിക്കുന്നത്. പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടിയിട്ടില്ല, അതല്ലേ വരെ ചെറുതായിട്ട്. പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻ. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ പുള്ളിക്ക് പറ്റില്ല. ശരി ശരി. മമ്മൂട്ടിക്ക് ആക്ടിങ് മാത്രമേ അറിയുള്ളൂ. ആക്ടിങ് അതെന്നെ കഷ്ടപ്പെട്ടാ ചെയ്യുന്ന. അത് ശരി. എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കേട്ട കോവർ കഴുത. അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. നാച്ചുറൽ ആയിട്ടൊരു ആക്ടിങ് ടാലന്റ് ഇല്ല. പുള്ളി തേച്ച് മിനിക്ക് പുള്ളിയുടെ മെത്തേഡ് ആക്ടിങ് മാത്രമേ പുള്ളിക്ക് പറ്റുള്ളൂ. പുള്ളി രാജമാണിക്കും പോലും മെത്തേഡ് ആക്ടിങ് എല്ലാം ചെയ്ത. നീയാണല്ലോ കോടതി. ഇത് വല്ല ഇടങ്ങേറായല്ല. മമ്മൂട്ടി ചെയ്ത എല്ലാ റോളും മോളാനെ പറ്റും, പക്ഷെ മോളാൻ ചെയ്ത എല്ലാ റോളും മമ്മൂട്ടിക്ക് പറ്റില്ല. ആനയ്ക്ക് മതളകിയാ ചങ്ങലക്കിടാം, ചങ്ങലക്ക് മതളകിയാൽ അത് നിനക്കിടാം. മെത്തേഡ് ആക്ടിങ് ആർക്ക് വേണ്ടി ചെയ്യാം. ഞാൻ വിചാരിച്ചു എനിക്കൊരു മെത്തേഡ് ആക്ടർ ആവാം. താങ്കളുടെ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. മെത്തേഡ് പൃഥ്വിരാജ് വലിയ ആക്ടറായിട്ട് തോന്നിയില്ല. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഓ ശരി ശരി. ഈയൊക്കെന്താ വട്ടുണ്ടോ? താനൊന്ന് മുറിക്ക് പുറത്തു പോയേ. അയ്യോ എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. പൃഥ്വിരാജ് ഇസ് മോർ എ ഫിലിമേക്കറാണ്. ഓക്കെ. ആടുജീവിതമൊന്നും ആ പ്രതീക്ഷ വന്നിട്ടില്ല. പോരാ. പൃഥ്വിരാജ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ സിനിമ കൊണ്ടുപോകുന്നത്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആക്ടർ മോഹൻലാലാണ്. ഓക്കെ മതിയടാ, യോട്ടക്കാലിനൊക്കെ മതി. നിനക്ക് എന്താ വേണ്ട? ഒന്നും വേണ്ട. ഇപ്പൊ മോഹൻലാലിന്റെ ഫോക്കസ് സിനിമയിലോ ആക്ടിങ്ങിലല്ല. പുള്ളിയെ ചുറ്റും ഒരു ഗ്യാങ് ഉണ്ട്, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ 80s 90s അങ്ങനെയല്ല. മോഹൻലാലാണ് തീരുമാനിച്ചോണ്ടിരുന്ന. എന്റെ കൺമുമ്പിൽ ഞാൻ ഇപ്പൊ ഒമറിലൊരു പടത്തിൽ അഭിനയിച്ചു, മമ്മൂട്ടിയുടെ ബസ്സോക്കിയിൽ അഭിനയിച്ചു. ഞാൻ ആക്ടിങ്ങിനോട് വലിയ പാഷനൊന്നുമില്ല. വലിയ റീടേക്ക് ഒന്നും എടുക്കുന്നില്ല. അതേ റീടേക്ക് എടുക്കില്ല, പെട്ടെന്ന് ആവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. മലയാളികളുടെ മനസ്സ് വളരെ മോശമാണ്. മലയാളികളുടെ മനസ്സ് വളരെ മോശമാണ്. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? വേറെ സ്ഥലത്ത് ഒരു യൂറോപ്പിലെ എവിടെയെങ്കിലും ഇത്രയും
വൈറലായി വെച്ചു നേരത്തെ പറഞ്ഞല്ലോ അത്. ഞാൻ മുഴുവൻ അറിയപ്പെട്ടാണ്. അത് ഇവിടുത്തെ ആളുകളുടെ കുഴപ്പമാണ്, ഇവരെ ഒന്നും അംഗീകരിക്കില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല, ഒരു സിനിമാ നടനാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷനാ. അയ്യോ അങ്ങനെയല്ല ഡോക്ടർ, 2-3 സൈക്യാട്രിസ്റ്റുകളെ കാണിച്ച ഒരു കുറവുമില്ല, ഇവിടെ അഡ്മിറ്റ് ചെയ്തേ ഒക്കൂ. Diablo, man.